കാസർഗോഡ് പൈവളികയിൽ വീട്ടുകാർ ക്ഷേത്രദർശനത്തിന് പോയ സമയത്ത് വൻ കവർച്ച. 14 പവനോളം സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും കവർന്നു. പൈവളികെ സ്വദേശി സുബ്രായ സായയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം മാർച്ച് 9 നടന്ന മോഷണത്തിൽ പോലീസ് ആദ്യം പരാതി സ്വീകരിച്ചില്ലെന്നും തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും വീട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ മാർച്ച് 9-നും 23-നും ഇടയിലുള്ള സമയത്താണ് കവർച്ച നടന്നതെന്നാണ് സംശയിക്കുന്നത്. പരാതിക്കാരനായ സുബ്രായ സായയും ഭാര്യയും കർണാടകയിലെ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നാഗപൂജയ്ക്കായി പോയതായിരുന്നു. ഈ സമയം മൂത്തമകൻ കോളേജിലേക്കും ഇളയ കുട്ടികൾ പൈവിളകെ സ്കൂളിലേക്കും പോയിരുന്നു. വീടൊഴിഞ്ഞുകിടന്ന ഈ സമയത്താണ് കവർച്ച നടന്നത്. വീടിന് സമീപത്ത് തന്നെയാണ് താക്കോൽ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്നും താക്കോൽ കൈക്കലാക്കിയ മോഷ്ടാവ് വീട് തുറന്ന് അകത്ത് കയറുകയായിരുന്നു. ഡയമണ്ട് നെക്ലേസ്, വള, കമ്മൽ, മോതിരം, മാല തുടങ്ങിയ ആഭരണങ്ങളും 20,000 രൂപയുമാണ് അലമാരയിൽ നിന്നും കവർന്നത്. മോഷണത്തിന് പിന്നിൽ പ്രദേശവാസിയായ ഒരാളാണെന്ന് സംശയിക്കുന്നതായി വീട്ടുകാർ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. 13 പവൻ പൊന്നു പോയിട്ടുണ്ടാവും. ഏകദേശം 13 പവൻ. പിന്നെ 20,000 മേലെ പോയി. വൈകിയത് 10 ദിവസം ഞാൻ നോക്കുമ്പോ തന്നെ പോയി. എനിക്ക് ഡൗട്ട് ഒന്നുമില്ല, കാണുന്നില്ല. അങ്ങനെ 10 ദിവസം നോക്കുമ്പോ പിന്നെ കടത്തിന്റെ ആവശ്യമാകുമ്പോ നമ്മൾ അതിന്റെ നോക്കണ്ട നോക്കുമ്പോൾ പൈസ ഇല്ല, പിന്നെ ഇതില്ല, പൊന്നിയില്ല. പിന്നെ 25-നാണ് ഞാൻ ഈ സ്റ്റേഷനിൽ പോയത്. മാർച്ച് 9-നാണ് മോഷണം നടന്നതെങ്കിലും ആദ്യം മഞ്ചേശ്വരം പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. തുടർന്ന് വീട്ടുകാർ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകുകയായിരുന്നു. SP-യുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കി. ന്യൂസ് മലയാളം, കാസർഗോഡ്. മുംബൈയിൽ